മുതൽ ഈ സമയം വരെയും വിവിധ നിലകളിൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ പാടി അങ്ങേ ആരാധിക്കുവാൻ നീ ഞങ്ങൾ കൃപ നൽകിയതിനായി സ്തോത്രം. അതിനുവേണ്ടി നിന്റെ മക്കളെ ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില മാസങ്ങൾക്ക് ശേഷമായിട്ട് കോശ വൈദ്യനും ഞങ്ങളോടൊത്ത് ഇന്ന് രാത്രിയായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. തന്റെ യാത്രയിലെല്ലാം അവിടുത്തെ സാന്നിധ്യം തന്റെ ദാസരോട് കൂടെ ഇരുന്നു. ഇവിടുന്ന് കടന്നുപോയപ്പോൾ വേണ്ടവണ്ണം ശരീരത്തിന് സൗഖ്യമില്ലാത്തവനായിട്ടാണ് കടന്നുപോയത്. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു, സൗഖ്യത്തോടെ ബലത്തോടെ കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി അവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ പ്രിയ കർത്താവിന്റെ ദാസന്മാര് സുവിശേഷവുമായി വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും നിന്റെ കൃപയാൽ അവരെ സൂക്ഷിച്ച് പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം. അവരാൽ വിതയ്ക്കപ്പെടുന്നതായ സകല വചനവും തിരുനാമഹത്വത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ കർത്താവേ. അവരുടെ ശരീരാത്മകളെ ബലപ്പെടുത്തുമാറാകണമേ. എല്ലാ നിലകളിലും ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തുടർന്ന വചനത്തിൽ കൂടെ ഞങ്ങൾ ഇടപെടുമാറാകണം. എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാട്ടിലായിരുന്ന ദൈവദാസന്മാരെല്ലാം ക്ഷേമത്തോടെ വരുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. പാസ്റ്റർ കോശുവിദ്യൻ നമ്മോടൊപ്പമായിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ശുശ്രൂഷകളെല്ലാം കൂടെ ഇരുന്ന് ദൈവദാസന്മാരെ എല്ലാം കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ ഉപകാരങ്ങളെ പരിപാലനങ്ങളെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽപേരിന്റെ സന്നിധിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽപേരിനെ പിന്തുടർന്നവരെ ഒക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന നിങ്ങൾ ഒക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്തെ നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പി. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെ കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങളിൽ നമ്മോട് ദൈവത്തിന്റെ ദാസനായ മോശ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ശ്രേഷ്ഠജാതി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? എന്താണ് ദൈവജനത്തെ ശ്രേഷ്ഠതയുള്ളതാക്കുന്നത്? ദൈവ പൈതലിനെ, ദൈവത്തിന്റെ മക്കളെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠതയുള്ളതാക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ദാസനായ മോശയുടെ ജീവിതത്തിന്റെ അവസാനത്തിങ്കൽ ദൈവജനത്തോട് പറയുന്ന കാര്യം, നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്നാൽ നിങ്ങളെ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊള്ളണം, കരുതിക്കൊള്ളണം. മോശയ്ക്ക് അവസാനമായിട്ട് അവരോട് പറയാനുള്ള കാര്യമാണിത്. അവസാനമായി പറയുന്ന കാര്യം 3:23 മുതലുള്ള വാക്യങ്ങളോടൊന്ന് വായിച്ചാട്ടെ.
കർത്താവിന് സ്തോത്രം. ദൈവത്തോട് ഒരപേക്ഷ നടത്തുന്ന ദൈവത്തിന്റെ മനുഷ്യൻ. ഒരു ദൈവജനത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? ഈ ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? ഇപ്പൊ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ശ്രേഷ്ഠതയുള്ള ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശ സംസാരിക്കുന്നത്. ആ ദൈവത്തോട് ഒരു അപേക്ഷ, ഒരു പ്രാർത്ഥന കഴിച്ചു. എന്താണ് പ്രാർത്ഥന? കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. എപ്പോഴാണ് ഈ കാര്യം മോശ പറയുന്നത്? തന്റെ ജീവിതം അവസാനിക്കുന്ന സമയത്ത്, ദീർഘമായ ഓട്ടം തീരാറായ സമയത്ത്, 120-ാമത്തെ വയസ്സിലിരിക്കുന്നതായ ഈ മനുഷ്യനോട് ദൈവം സംസാരിച്ചപ്പോൾ 120-ാമത്തെ വയസ്സ്, അല്ലെ മരണവർഷത്തിൽ ജീവിക്കുന്ന, അതറിയാകുന്ന ഈ ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, നിന്റെ ഭുജവീര്യവും നിന്റെ അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. 120-ാം വയസ്സിലാണ് ദൈവത്തിന്റെ ഭുജവീര്യം ദൈവം കാണിച്ചു തുടങ്ങിയത്. അപ്പൊ ഇനി എപ്പോഴാണ് അത് പൂർത്തീകരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം തന്റെ ഭുജമാഹാത്മ്യത്തെ കുറിച്ച്, തന്റെ വീര്യപ്രവർത്തികളെ കുറിച്ച് ഈ ലോകത്തിൽ ഏതു മനുഷ്യനെ കാണിച്ചതിനെക്കാട്ടിലും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ തന്റെ ജീവിത അവസാനത്തെങ്കിൽ പറയുകയാണ്, ഈ ദൈവം കാണിച്ച് തുടങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ മക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിപ്പാട് ഏറ്റവും കൂടുതൽ പ്രാപിച്ച മനുഷ്യൻ പറയുകയാണ്, എന്റെ ദൈവം എന്നെ കാണിച്ച് തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിപ്പാട് അങ്ങനെയുള്ളതാണ്. അത് കാണിച്ചു തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ പ്രാപിച്ച ആളിന് മനസ്സിലായത്, ഈ ദൈവത്തിന്റെ വെളിപ്പാട് എന്നെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താണ്? ഇതെത്ര പ്രാപിച്ചാലും അതൊരു തുടക്കം മാത്രമാണ്, എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. ഒരു തുടക്കം മാത്രമാണ്. ജീവിതാവസാനത്തിങ്കൽ അനേകം, ദൈവം തന്നെയാണ് സാക്ഷ്യം പറഞ്ഞത്, എന്റെ ദാസനായ മോശയോട് മുഖാമുഖമായി ഞാൻ സംസാരിച്ചതുപോലെ വേറെ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ള ദിവ്യമായ അനുഭവങ്ങളെ പ്രാപിച്ച ആ വെളിപ്പാടുകാരൻ പറയുകയാണ്, ഞാൻ പ്രാപിച്ചു തുടങ്ങിയിരിക്കുന്നു. വേദപുസ്തകത്തിലെ ഭക്തന്മാരായ ആളുകളെല്ലാം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പൗലോസ് അപ്പോസ്തലന്റെയും ജീവിതത്തിന്റെ നല്ലൊരു ശുശ്രൂഷയും തീർന്നു കഴിഞ്ഞപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് യേശുവിനെ അറിയണമെന്നും അവന്റെ മരണത്തെയും അവന്റെ പുനരുത്ഥാനത്തെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണമെന്നും, ഹല്ലേലൂയ, അവനെ എനിക്ക് രുചിച്ചറിയണമെന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് തന്റെ ജീവിതത്തിന്റെ അഭിലാഷം പറയുന്ന ഫിലിപ്പിയർ 3:10 മുതലുള്ള വാക്യങ്ങളിൽ. അപ്പോൾ കർത്താവിന്റെ വെളിപ്പാട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഞാൻ കുറച്ച് പ്രാപിച്ചെന്ന് പറയത്തില്ല. ഹല്ലേലൂയ. ശരിക്ക് പ്രാപിച്ചവര് പറയുന്നതാണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം ആഗ്രഹിക്കണം, കർത്താവേ, നീ നിന്റെ ദാസന്മാരിലൂടെ ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നതൊന്നും പ്രാപിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ദൈവം വെളിപ്പെടുത്തിയത് പ്രാപിക്കാത്തവർക്ക് പിന്നെ എങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ കഴിയും? നീ അളിയനെ കാണിച്ചു തുടങ്ങിയല്ലോ.
നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ. അപ്പോൾ ഈ ദൈവത്തെ പോലൊരു ദൈവമില്ല. അതുകൊണ്ടാണ് ഈ ജാതിയെ പോലൊരു ശ്രേഷ്ഠ ജാതിയുമില്ല. അതുകൊണ്ട് ദൈവമേ, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് ഹല്ലേലൂയ. മോശ ഒരുപാട് ദേശം കണ്ടിട്ടുള്ള ആളാണ്. പർവ്വതങ്ങളിലെല്ലാം ആയിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ 10-40 വർഷം. മനോഹരമായ നൈൽ ദേശത്തായിരുന്നു, അതിൻ്റെ മനോഹാരിതയിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങൾ. ഇങ്ങനെ ഈ മനോഹാര ദേശങ്ങളെല്ലാം ഇഷ്ടംപോലെ നടന്ന് നമ്മളെപ്പോലെ വണ്ടി ഓടിച്ചു പോവല്ല, നടന്ന് കണ്ട മനുഷ്യൻ പറയുക, എനിക്ക് ആ മനോഹര ദേശം. എന്തുകൊണ്ടാണ് ആ ദേശത്തിന്റെ മനോഹാരിത? ഇത് ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശമായതുകൊണ്ട് ആ ദേശത്തിന്റെ മനോഹാരിത ഒന്ന് കാണാൻ ദൈവമേ. എന്നാൽ ഇത്ര മുഖാമുഖം സംസാരിച്ച് ദൈവം പറയുന്ന മറുപടി, എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് ദൈവം ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാറുണ്ട്. മതി, ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് ഇനി സംസാരിക്കരുത്. എന്നാൽ ദൈവം ഒരു കാര്യം കൊടുത്തു. എന്ത്? പിസ്കായുടെ മുകളിൽ കയറി നീ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ ദൈവം ഒരിക്കൽ ചെയ്ത തെറ്റിനെ മുഖാമുഖം സംസാരിക്കുന്ന ഈ മനുഷ്യൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിട്ടും പോകട്ടെ, സാരമില്ലെന്ന് പറയുന്ന ഒരു ദൈവമാണ്. അതെ, ഇവിടെ മാത്രമല്ല, വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റിന് ദൈവം തലമുറകൾ ദൈവം ശിക്ഷിക്കുന്നത്. ദാവീദിനോട് അങ്ങനെ ദൈവം ചെയ്തു. ഒരു തെറ്റിന് അവനും കരഞ്ഞ് അനുദപിച്ച്, എല്ലാരെക്കാട്ടിലും നന്നായിട്ട് അനുദപിച്ച് ക്ഷമ ചോദിച്ചെങ്കിൽ ഒരു തെറ്റിന് ദൈവം അവനോട് തലമുറയായിട്ട് ഇതേപോലെ ഹല്ലേലൂയ. ഇന്നത്തെ ആളുകളെല്ലാം പറയുന്ന കൃപ ഇങ്ങനെ ദൈവം കൊടുത്തേക്കുക. ഇനി ചെയ്യാൻ പോകുന്ന തെറ്റുകളൂടെ ദൈവം അങ്ങ് ക്ഷമിച്ച് ഓൾറെഡി വെച്ചേക്കുക. പിന്നെ നിനക്ക് എല്ലാം ക്രൂശേ കയറിയപ്പോൾ നിന്റെ 80 കൊല്ലത്തെ 90 കൊല്ലത്തെ സകല പാപവും കൂടെ എടുത്തോണ്ടാണ്. അതുകൊണ്ട് നീ കൃപയിൽ അങ്ങ് മുന്നോട്ടങ്ങ് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാം. ഒരിക്കൽ ചെയ്ത തെറ്റിനെ കുറിച്ച് ദൈവം മോശയോട് പറയുക, ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് ഇനി സംസാരിക്കരുത്. ഹല്ലേലൂയ. ആ ദേശത്ത് നീ പ്രവേശിക്കുകയില്ല. സ്തോത്രം. എന്നാൽ നീ പറഞ്ഞ കാര്യം നീ നേരെ പോയി ഒന്ന് കണ്ടു. ഞാനങ്ങ് വിചാരിക്കുക, എന്തിനാണ് ദൈവം ഇങ്ങനെ നീ പോയി ഒന്ന് കണ്ടോളാൻ ദൈവം പറഞ്ഞത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭക്തനായ മനുഷ്യൻ മരിക്കാൻ പോവാ. ഒരു ഭക്തനായ മനുഷ്യൻ മരിക്കാൻ പോകുമ്പം എന്തെങ്കിലും ആശ ഇവിടെ വെച്ചിട്ട് മരിക്കരുത്. അതെല്ലാം തീർത്തിട്ട് വേണം അവൻ മരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും ഈ ലോകത്തിൽ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് വെച്ചുകൊണ്ട് പോയാൽ അവന് മരണം ശരിയാകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ആ പ്രവാചകൻ അതിനാ പറഞ്ഞത്, ഞാൻ ഭക്തന്മാര് മരിക്കുന്നത് പോലെ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ എൻ്റെ വീടിൻ്റെ മുറി നിറച്ച് നീ സ്വർണം കൊണ്ട് നിറച്ചു തരാമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആലോചന വിട്ട് ഒരു കാര്യം ഞാൻ നിന്നോട് പറയത്തില്ലെന്ന് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഭക്തന്മാര് മരിക്കുന്ന പോലെ, കാരണം ഭക്തന്മാരുടെ മരണത്തിന്റെ പ്രത്യേകത എന്താണ്? അവര് കണക്ക് പുസ്തകം ക്ലോസ് ചെയ്തിട്ടാ പോകുന്നത്. ബാധ്യതയൊന്നും ബാക്കി വെച്ചിട്ട് പോകുന്നവരല്ല അവര്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്തേ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. കണക്ക് പുസ്തകം ക്ലോസ് ചെയ്ത് ജീവിതം
അത് പൂർത്തീകരിച്ചിട്ടാണ് പോകുന്നത്. പൂർത്തീകരിച്ചിട്ടാണ് അവർ പോകുന്നത്. ബാധ്യതകളൊന്നും വെച്ചിട്ടല്ല പോകുന്നത്, അതെല്ലാം തീർത്തിട്ടാണ് അവർ പോകുന്നത്. അവര് സന്തോഷത്തോടെയാണ് ലോകം വിട്ടു പോകുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യത്തിൽ തെറ്റ് സംഭവിച്ചെങ്കിലും കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ മറ്റനേകരെക്കാൾ സൗമ്യതയുള്ള, ലോകത്തിലുള്ള എല്ലാവരെക്കാട്ടിലും സൗമ്യതയുള്ള മനുഷ്യനായ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ചില മനുഷ്യരെ കുറിച്ച് ആളുകളൊക്കെ പറയാറുണ്ട്, ആര് പിടിച്ചാലും അങ്ങോട്ട് അങ്ങ് പോകും. രണ്ടുപേര് ഇങ്ങോട്ട് പിടിച്ചാൽ പുള്ളി ഇങ്ങോട്ട് അങ്ങ് പോവും, രണ്ടുപേര് അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് അങ്ങ് പോവും, രണ്ടുപേര് വടക്കോട്ട് പിടിച്ചാൽ വടക്കോട്ടും പോവും. പിന്നെ എവിടെ ഇരിക്കും ആള്? അവസാനം വന്നവരെങ്ങോട്ടാ പിടിച്ചതെന്ന് വെച്ചാൽ അങ്ങോട്ട് ചാഞ്ഞിരിക്കും ആൾ അവസാനം. എന്നാൽ ദൈവമക്കളെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ദൈവമക്കൾ പാറ പോലെ ഇരിക്കുന്നവരാ. എങ്ങോട്ട് പിടിച്ചാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങും പോകത്തില്ല. അവർ പാറ പോലെ നിൽക്കേണ്ട അടുത്ത് തന്നെ നിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ മോശയ്ക്കും അങ്ങനെയുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ ഒരു സമയത്ത് മാത്രം ഭയങ്കര ഇളക്കം 4 പാട് ഇളകിയപ്പോൾ ആ കൂട്ടത്തിൽ ഉറപ്പിച്ചിരൊന്ന് ഇളകിപ്പോയി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ ഇളകിയ കാര്യം ദൈവം വേണ്ടാന്ന് വെച്ചില്ല. കർത്താവ് അതിന്റെ നേരെ കണ്ണടച്ചില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവ പ്രകാരം അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ദൈവം എല്ലാവരോടും ക്ഷമിക്കും. സ്തോത്രം. തെറ്റുകളൊക്കെ ദൈവം ക്ഷമിക്കും. എന്നാൽ അതിനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ ദൈവം കൊടുക്കുകയും ചെയ്യും. മോശയ്ക്കും അതുകൊണ്ട് ക്ഷമിക്കും, പക്ഷെ കൊടുക്കേണ്ട ശിക്ഷ മോശയ്ക്ക് കൊടുക്കും. എന്നാൽ അവൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ദൈവനോട് പറഞ്ഞു, നീ അതിന്റെ മുകളിൽ കയറിയതെല്ലാം ഒന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. നീ കണ്ടുകൊള്ളാൻ പറഞ്ഞു. നീ കണ്ടുകൊണ്ടിട്ട് നിന്റെ അടുത്ത ആളിനെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചിട്ട് നീ പോരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആ സാക്ഷ്യം പറഞ്ഞിട്ടാണ് മോശ ഈ കാര്യങ്ങൾ ദൈവജനത്തോട് പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. ഇപ്പോൾ ഇസ്രായേലെ, നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെയ്യുന്ന കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. അവകാശമാക്കാൻ ഈ വേദഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്താ? അവകാശം പ്രാപിപ്പാൻ വചനം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനത്തിൽ നിന്ന് കൂട്ടരുത്, കുറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പോക്രിഫായും കൊണ്ട് നടക്കരുതെന്നല്ല പറഞ്ഞത്. 66 പുസ്തകമേ കൈ കാണാവൂ, വേറെ എടുത്ത് 72 ഉള്ളത് കൈ കൊണ്ട് നടക്കരുതെന്നല്ല പറഞ്ഞതിന്റെ സാരം. പിന്നെ ജീവിതത്തിൽ നിനക്ക് തന്ന പുസ്തകത്തിനകത്ത് കാണാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ കണ്ടേക്കരുതെന്നാ പറഞ്ഞത്. വിശുദ്ധ പ്രമാണത്തിൽ ഇല്ലാത്തതൊന്നും നിന്റെ ദൈനംദിന ജീവിതത്തിൽ കാണരുത്. അതാണ് ഇതിനോട് കൂട്ടരുത്, ഇതിലില്ലാത്തതൊന്നും കാണരുത്. കാരണം നിന്റെ കണക്ക് പുസ്തകം മുഴുവൻ തമ്പുരാനാ സൂക്ഷിക്കുന്നത്. തമ്പുരാൻ സൂക്ഷിക്കുക, പുസ്തകം സൂക്ഷിക്കുക. അപ്പോൾ ഈ തന്ന പ്രമാണത്തിനകത്തില്ലാത്തതൊന്നും ജീവിതത്തിൽ കേറി പറ്റരുത്. പറ്റിയാൽ അതെന്താണ്? പ്രമാണത്തോട് നീ കൂട്ടുക. സ്തോത്രം. മാത്രമല്ല കുറയ്ക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇതിനകത്തിൽ പറഞ്ഞേക്കുന്നതൊക്കെ കാണുകയും വേണം. ദൈവം പറഞ്ഞതെല്ലാം ജീവിതത്തിൽ സൂക്ഷിച്ചുകൊള്ളണം, കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പ്രമാണത്തോട് കൂട്ടരുത്, ഈ പ്രമാണത്തോട് അതിൽ നിന്ന് കുറയ്ക്കരുത്, നീ പ്രമാണിക്കണം. അതാണ് പറഞ്ഞത്. നീ പ്രമാണിക്കണം. പുസ്തകത്തിന്റെ കാര്യമല്ല, താളിന്റെ കാര്യമല്ല, പേജിന്റെ കാര്യമല്ല പറഞ്ഞത്, വേറെ ബൈബിളിന്റെ കാര്യമല്ല പറഞ്ഞത്, പ്രമാണിക്കുന്നതിന്റെ കാര്യമാണ്. നീ പ്രമാണിക്കണം. കൂട്ടി കാണരുത്, കുറച്ചും കാണരുത്. സ്തോത്രം.
ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? അതിനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത് ശ്രദ്ധയോടെ, ഒരുപാട് തവണ പറഞ്ഞേക്കുന്ന കാര്യം, ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ. ഹല്ലേലൂയ. വേറെ എന്തെങ്കിലും വായിക്കുന്ന പോലല്ല ഇത് വായിക്കേണ്ടത്. ഇത് ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. കാരണം ഇത് ജീവനാണ്. ഇതിനോട് കൂട്ടാനൊക്കത്തില്ല. മറ്റു പലതും പോലല്ല. ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടരുത്, കുറയ്ക്കരുത്. അതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധയോടെ. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തു പറ്റും? അടുത്ത വാക്യത്തിൽ, ബാൽപെയോരിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ മക്കൾ വന്ന് നിൽക്കുന്നത് ബാൽപെയോർ, അത് കനാൻ നാട്ടിന്റെ നേരെ ഓപ്പോസിറ്റ്. യോർദാൻ കടന്നാൽ ഇനി കനാനിലോട്ട് കയറുകയാണ്. അത്രയ്ക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. ആ സ്ഥലത്തിന്റെ പേരാണ് പെയോർ. പെയോർ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഹല്ലേലൂയ. അതിന്റെ അങ്ങനെ 23:29 അങ്ങനെ നാം ബേത്ത് പെയോറിനെതിരെ താഴ്വരയിൽ പാർത്തു. ബേത്ത് പെയോറിനെതിരെ താഴ്വരയിൽ പാർത്തപ്പോൾ ആ സ്ഥലത്തിന്റെ പേരാണ്, ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പെയോർ എന്ന് പറയുന്ന സ്ഥലം. ആ പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ദേവനുണ്ട്. ആ ദേവന്റെ പേരാണ് എന്തേ? ബാൽ പെയോർ. പെയോറിന്റെ പ്രഭു, പെയോറിന്റെ നേതാവ്, പെയോറിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണ പറയുന്ന പോലെ ദേശാന്തരി, ദേശാധിപതി, പെയോറിന്റെ ദേശാധിപതി, ബാൽ ഓഫ് പെയോർ, പെയോറിന്റെ ദേശാധിപതി. അങ്ങനെ പെയോറിന്റെ പ്രഭുവിന് വേണ്ടിയുള്ള പ്രത്യേക ആരാധന നടക്കുന്നതായ ഒരു പ്രത്യേക സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ വന്നു. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആ വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് പോയാൽ, അവിടുത്തെ 25-20 മുതലുള്ള വാക്യം, 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. നമ്പേഴ്സ് 25. ഇങ്ങനെ ദൈവത്തിന്റെ പെട്ടകവും ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണവും സമാഗമന കൂടാരവും ദൈവത്തിന്റെ തേജസ് വസിക്കുന്നതും ദൈവത്തിന്റെ തേജസ് മുന്നമേ പോകുന്നതും കൂടാരത്തിന്റെ മുകളിൽ വസിക്കുകയും ഇങ്ങനെയുള്ള വിവിധമായ ആത്മീയ അനുഭവങ്ങളെ പ്രാപിച്ച് പ്രമാണപ്രകാരം ആരാധിച്ച് നാളുകളായി 38 വർഷത്തോളമായിട്ട് ആ പുതിയ പ്രമാണപ്രകാരമുള്ള ആരാധനയിൽ മുന്നോട്ട് വരുന്ന ജനം ഈ പെയോറിന്റെ അടുത്ത് വന്നതായ സമയത്ത് മൊവാബ്യർ, 2 ജാതികളാണ് അടുത്തടുത്ത് താമസിക്കുന്നത്, മൊവാബ്യരും മിദ്യാന്യരും. ഒന്ന് മൊവാബ്യർ, അത് ലോത്തിന്റെ വംശപാരമ്പര്യത്തിൽപ്പെടുന്നതാണ്. മിദ്യാന്യർ, അബ്രഹാമിന് ഖെദൂറയിലൂടെ ഉണ്ടായ മിദ്യാൻ, അവന്റെ വംശപാരമ്പര്യം. 2 ജനങ്ങൾ അടുത്തടുത്ത് കിടക്കുന്നു. അതിൽ ആദ്യം കണ്ട തൊട്ടടുത്ത് കിടക്കുന്നതാണ് ആരെ? മൊവാബ്യർ. ആ മൊവാബ്യരുടെ അടുത്ത് വന്നപ്പോൾ ജനം തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇത്രയും നാൾ ആരാധിച്ചു വന്ന ആ ആരാധന, സമാഗമന കൂടാരത്തിലെ ആരാധന, പുരോഹിതന്മാരെ ശുശ്രൂഷിക്കുന്ന ആരാധന, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തിന്റെ പ്രമാണപ്രകാരം ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, പുരോഹിതൻ എങ്ങനെ ഇവിടേക്ക് വരണം, ലേവ്യർ എങ്ങനെ ഇവിടേക്ക് വരണം, ജനം എങ്ങനെ ആരാധനയ്ക്ക് വരണം, ആരാധന എങ്ങനെ നടത്തണം, ഇതിനെല്ലാം ചട്ടങ്ങളും പ്രമാണവും ഭക്തിയും ഭയവും എല്ലാം ഉൾക്കൊണ്ടിരിക്കേണ്ട ആ ആരാധനയിൽ 38 വർഷമായി മുന്നേറി വന്ന ജനം പെയോരിൽ വന്നപ്പോൾ ഒരു പുതിയ ആരാധനാ രീതി കണ്ടു.
എന്തുവാണ് ആരാധനയുടെ പ്രത്യേകത? ഇതുവരെ കണ്ടതുപോലെ പുരോഹിതന്മാരല്ല, ഇവിടെ സ്ത്രീകളാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ചെല്ലുമ്പോഴേ എല്ലാവരെയും വിളിക്കുന്നു, വാതുക്കെ ചെല്ലുമ്പോഴേ ഒരു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താണ് എല്ലാവരെയും അകത്തോട്ട് ആരാധനയ്ക്ക് കയറ്റുന്നത്. പിന്നെ അതിനകത്തെ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ നല്ലൊരു ഭാഗവും അതും സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. പെൺപിള്ളാരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പഴയതുപോലെ നമ്മൾ അവിടുത്തെ പോലെയുള്ള ആ ഭയവും ഭക്തിയും കാര്യങ്ങളും ഒന്നും വേണ്ട. ഭയങ്കര ഫ്രീ ആയിട്ടുള്ള വർഷിപ്പാണ്. എന്തോ ഒരു പ്രത്യേകതമായ വർഷിപ്പ്. പിന്നെ വർഷിപ്പ് മാത്രമല്ല, പിന്നെ ഇഷ്ടം പോലെ തിന്നുക. എന്തോ തിന്നാനാ, നമ്മളവിടുത്തെ പോലെ സ്നാക്സോ ഒന്നും അല്ല, പിന്നെ നല്ല റിബ്സും നല്ല അറുത്തു ഭക്ഷിക്കത്തക്കവണ്ണം ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നു. കാര്യങ്ങളെല്ലാം പഴയ പോലൊന്നും അല്ല. ഇവിടെ എന്തോ സമൃദ്ധിയാണ്, എന്തോ തീറ്റിയാണ്, എന്തോ രസമായിരിക്കുന്ന കാര്യങ്ങൾക്ക്. സംഗതികളെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരാരാധന. അത് കണ്ടപ്പോഴത്തേന് ഇവരെല്ലാം അതിനകത്തോട്ട് നല്ലൊരു ഭാഗം അതിനകത്തോട്ട് അങ്ങ് വിട്ടുപോയി. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ആരാധന അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവവൈതലിന് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ആരാധനയെ ഇഷ്ടപ്പെടുമ്പോൾ എൻ്റെ ആത്മീക മനുഷ്യനാണോ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, അതോ വേറെ എന്തെങ്കിലും ആണോ? എന്നിലെ ആത്മീക മനുഷ്യനാണ് ദൈവാത്മാവിന്റെ സ്പർശനം ഉണ്ടാകുന്നതെങ്കിൽ അവിടേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല. അത് ദൈവം പറഞ്ഞ ഭയത്തിനും ഭക്തിക്കും പ്രമാണത്തിനും അനുസരിച്ചുള്ളതാണെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിലോ എന്നെ ഇവിടേക്ക് ആകർഷിക്കുന്നത് വേറെ എന്തെങ്കിലുമാണോ? ഞങ്ങൾ നഴ്സിംഗ് മിനിസ്ട്രി എന്നും പറഞ്ഞ് ഇവിടുന്ന് കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് പല നഴ്സിംഗ് ഹോമിൽ പാടാൻ പോയി. പാടുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പലയിടത്തും ചെല്ലുമ്പോൾ അതിൻ്റെ അധികാരികൾ ഇവരെ എല്ലാം വിളിക്കുന്നത് എന്റർടൈൻമെന്റ് ഉണ്ടെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. ഒരു എന്റർടൈൻമെന്റുകാർ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങളാരും എന്റർടൈൻമെന്റുകാരല്ല. കർത്താവിന് സ്തോത്രം. എന്റർടൈൻമെന്റ് നടത്താനുള്ള കഴിവും ഇല്ല, അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ പോകത്തുമില്ല. പക്ഷേ ആളുകൾ വരണമെങ്കിൽ എന്ത് വേണം? എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞെങ്കിലേ ആളുകൾ വരുത്തും. അങ്ങനെയാണ് അവർ പറയുന്നത്. അവർ നമുക്ക് തിരുത്താനും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്റർടൈൻമെന്റ് അല്ലാതെ ഞങ്ങൾ അങ്ങ് ചെയ്തിട്ട് പോരുക എന്നുള്ളതേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. റാന്നിയിൽ ഒരിടത്ത് ആരാധനയ്ക്ക് ഞാൻ പോയപ്പോൾ പെന്തക്കോസ്തിലെ, എന്നാൽ സ്റ്റേജിൽ നിൽക്കുന്ന സീനിയർ പാസ്റ്ററെ നോക്കിയാണ് ആരാധിക്കുന്നത്. ആരാധനയുടെ ഒരു പ്രത്യേക സമയം വരുമ്പോൾ ഈ സീനിയർ പാസ്റ്റർ പതുക്കെ ആടാനൊക്കെ തുടങ്ങും. പുള്ളി ആടാൻ തുടങ്ങുമ്പോഴാണ് ഓഡിയൻസ് മുഴുവനും അതിനനുസരിച്ച് ആടാന്ന്. ഓരോ രീതികൾ പുള്ളി മാറ്റി മാറ്റി ആടും, അതിനനുസരിച്ച് ജനങ്ങളെല്ലാം ആടും. അപ്പോൾ കണ്ണുമടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിക്കുകയല്ല, കണ്ണും തുറന്നിങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. അവിടുത്തെ ചലനങ്ങൾ എങ്ങനെ മാറുന്നു അതിനനുസരിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പലർക്കും ഉണ്ട്. ഇവിടെ വന്നപ്പോഴും എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവിടുത്തെ ആ പാസ്റ്ററുടെ ഡാൻസും ഒക്കെ ഒന്ന് കാണേണ്ടത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. ദൈവത്തിന്റെ വാക്കുകൾ. ഇസ്രായേൽ ബാൽപെയോരിനോട് ഒറ്റ ആരാധനയ്ക്ക് പോയതോടുകൂടി ദൈവം പറയുകയാണ്, എൻ്റെ ജനം അവരോട് ചേർന്നു, ബാൽപെയോരിനോട് ചേർന്നു. അതെന്തൊരു ആരാധനയാ!
38 കൊല്ലം ഞങ്ങൾ യഹോവയെ ആരാധിച്ചിട്ട് ഒറ്റ ആരാധനയ്ക്ക് അങ്ങോട്ട് പോയാൽ ഞങ്ങൾ അങ്ങോട്ടങ്ങ് ചേരുവോ? ദൈവം അങ്ങനെയാ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. അതിനാ ദൈവത്തിന്റെ പദത്തിൽ എപ്പോഴും ദൈവം പറയുന്നത്, ഞാൻ തീഷ്ണതയുള്ള, ഐ എം എ ജലസ് ഗോഡ്, ഐ എം എ ജലസ് ഗോഡ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ബാൽപെയോരിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിൽ ഒരുപാട് ശിക്ഷകൾ അവർ അനുഭവിച്ചെങ്കിലും അനുഭവിച്ച ശിക്ഷകളിലേക്ക് ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു ബാൽപെയോരിലെ ശിക്ഷ. ഒറ്റ ദിവസം 24,000 പേരാണ് പട്ടുപോയത്, മരുഭൂമിയിൽ സംഹരിക്കപ്പെട്ടത്. അത്രയും വലിയ ഒരു നാശം ഇസ്രായേലിന്റെ ആ മരുഭൂമി യാത്രയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അതിൽ കുറച്ചത് പിന്നെ കോരഹിന്റെ കമ്പനിയായിരുന്നു. അന്നേരമാണ് 15,700 ശിഷ്ടം പേര്. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് ഈ ഒറ്റ വിഷയത്തിൽ ആരാധന. ദൈവത്തിന്റെ ജനം ഒറ്റ ആരാധനയുടെ വിഷയത്തിൽ തിരിഞ്ഞു പോയപ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, കൂട്ടരുത്, കുറയ്ക്കരുത്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞതാ. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. പെയോരിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണാലെ കണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. കണ്ണാലെ കണ്ട കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുക. എങ്ങനെ വ്യാഖ്യാനിക്കണം? ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണപ്രകാരം വ്യാഖ്യാനിക്കണം. ഇതെന്തുകൊണ്ട്, ദൈവത്തിന്റെ ഏത് വചനപ്രകാരമാണ് ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചത്? ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവ പൈതലേ, നീ കണ്ണാലെ കാണുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചറിയണം. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിന്റെ വചനത്തിന്റെ ഏത് വേദഭാഗമാണ് ഇതിനെക്കുറിച്ചുള്ള പൊരുൾ തിരിച്ചു തരുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തിന് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നീ കണ്ണു തുറന്നിരിക്കണം, കാണുന്നതിനെ ഗ്രഹിക്കണം. നീ കാത് തുറന്നിരിക്കണം, നീ കേൾക്കുന്നതിനെ ഗ്രഹിക്കണം. അതിനകത്തുനിന്നൊക്കെ പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊള്ളണം. കർത്താവിന് സ്തോത്രം. ബാൽപെയോരിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽപെയോരിനെ പിന്തുടർന്നവരെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിന്റെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. അതാണ് പറഞ്ഞത്, കൂട്ടരുത്, കുറയ്ക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടരുത്, കുറയ്ക്കരുത്. അങ്ങനെയായാൽ എന്ത് സംഭവിക്കും? നിനക്ക് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ കഴിയും. കൂട്ടിയാൽ ഒക്കത്തില്ല, കുറച്ചാലും ഒക്കത്തില്ല. ഇത് രണ്ടുമില്ലാതെ പ്രമാണത്തിൽ ജീവിതത്തെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ദൈവത്തോട് നിനക്ക് പറ്റിച്ചേർന്നിരിക്കാൻ കഴിയും. അങ്ങനെ ആയാൽ എന്താണ് ഗുണം? എന്തെല്ലാം വിളികൾ എവിടുന്നെല്ലാം വന്നാലും അങ്ങോട്ടെങ്ങും പോകാൻ നിന്റെ മനസ്സ്, നിന്റെ അകത്തെ മനുഷ്യൻ നിന്നെ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. തെറ്റായ വഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ല. പറ്റിച്ചേർന്നിരിക്കുക, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. ചെകുത്താൻ എപ്പോഴും പുതിയ പുതിയ ചൂണ്ട, പുതിയ ഇരയെ ഇട്ട് തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പുതിയ ഇരയെ ഇട്ട് ഇങ്ങനെ നിന്റെ മുമ്പിൽ ഇട്ട് അനക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ
കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാൻ, കൂട്ടാതെയും കുറയ്ക്കാതെയും ഇരുന്നാൽ ജീവനോടിരിക്കാമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടക്കുവീൻ. ഇത് തന്നെയല്ലോ ജാതിയുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. ഹല്ലേലൂയ. വിവേകം, ജ്ഞാനം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ജ്ഞാനവും വിവേകവും ഉണ്ടാകുന്നു, ശ്രേഷ്ഠജാതിയായിത്തീരുന്നു. ഈ ശ്രേഷ്ഠജാതി, ഹല്ലേലൂയ. 7-ാം വാക്യം, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഹല്ലേലൂയ. എന്താണ് ശ്രേഷ്ഠത? എന്റെ ദൈവം എന്നോട് അടുത്തിരിക്കുന്നു. ദൈവ സാന്നിധ്യം, the presence of God, ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെക്കാത്തത്. ഇവിടെ ഒരു വിഗ്രഹവും വേണ്ട, ഒരു ബിംബവും വേണ്ട, യാതൊരു സാധനങ്ങളും ഇവിടെ വേണ്ട. നമ്മുടെ ദൈവത്തെ അറിയുന്നത് നമ്മുടെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം. ദൈവജനം അനുഭവിച്ചത് ഷക്കീന, ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജാതി വേറെ ആരുള്ളൂ? ദൈവത്തിന്റെ പൈതലിനോട് പറയാ, ദൈവ പൈതലേ, നിന്റെ ശ്രേഷ്ഠത എന്താണ്? നീ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഇത്ര അടുത്തിരിക്കുന്ന ഒരു ദൈവം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? മോശയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റൂ? കാരണം തൊട്ടു മുമ്പ് താഴ്മയോടൊരു കാര്യം ചോദിച്ചിട്ട് ദൈവം പറഞ്ഞു, മേലാൽ ഇതിങ്ങോട്ട് മിണ്ടിപ്പോയിരുന്നു. അങ്ങനെ മിണ്ടിപ്പോകരുന്ന് പറഞ്ഞ ദൈവത്തെക്കുറിച്ച് അടുത്ത വാക്കിൽ പറയുകയാണ്, ഓ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അടുത്തിരിക്കുന്നത്? ഈ ദൈവത്തോട് പറഞ്ഞാൽ ഈ ദൈവം ഉടനെ ഒരു മറുപടി പറയും. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നുകിൽ യെസ്, അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ വെയിറ്റ്. നിനക്ക് ഞാൻ ഇതിന് മറുപടി തരാം, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നീ പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ സമയം ആയിട്ടില്ല. അത് ദൈവവൈതലിന് അത് മതി. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് അത് മതി. കർത്താവേ, ഇത് നിന്റെ ഹിതമാണോ എനിക്ക് തരാൻ? ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോഴാണോ ഇതിന്റെ സമയം? കർത്താവേ, ഇതെനിക്ക് തരത്തില്ലയോ? ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അടുത്തറിയുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? അടുത്തത്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠജാതി. രണ്ടാമത്തെ ശ്രേഷ്ഠത എന്താണ്? ദൈവത്തിന്റെ വചനം, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വചനം ജീവിതത്തെ പണിയാനും ജീവിതത്തെ തിരുത്താനും സ്വഭാവത്തെ രൂപപ്പെടുത്താനും സ്വന്തം ജീവിതം പണിതെടുക്കാനും സ്വന്തം കുടുംബത്തെ പണിതെടുക്കാനും ഒരു രാഷ്ട്രത്തെ പണിതെടുക്കാനും സമൂഹത്തെ പണിതെടുക്കാനും
എന്തിനും ഉപകരിക്കുന്ന, എല്ലായ്പ്പോഴും നേരെ നിർത്തുന്ന, എപ്പോഴും ഉറപ്പിച്ചു നിർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ, ഇത്ര നല്ല പ്രമാണം കിട്ടിയ ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ശ്രേഷ്ഠത എന്താണ്? ഹല്ലേലൂയ. വേറെ ഈ പ്രമാണം പറയാത്ത ശ്രേഷ്ഠതയൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്. ഈ വചനം പറയുന്ന ശ്രേഷ്ഠതയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ കരുതി കൊള്ളേണ്ടത് ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി പരദേശികൾ നാം